ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? റെസ്പെക്റ്റ് ആണോ അതോ ലവ് ആണ്? റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് രണ്ടും. പല റിലേഷൻഷിപ്പ് എക്സ്പേർട്ടുകളും പറയുന്നത് റെസ്പെക്റ്റ് എന്നത് ഒരു ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൗണ്ടേഷനാണ് അഥവാ അടിത്തറയാണ്. കാലാകാലത്തോളം ആ ബന്ധത്തിൽ സ്നേഹത്തെ ഹെൽത്തി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ അത് സഹായിക്കുന്നു. റെസ്പെക്റ്റ് ഇല്ലാത്ത പക്ഷം ലവ് പോലും അൺസ്റ്റേബിളും പെയിൻഫുള്ളുമായി മാറും. ഇന്നത്തെ വീഡിയോയിൽ റെസ്പെക്റ്റ് അഥവാ ബഹുമാനം ഒരു ബന്ധത്തിൽ ഏതൊക്കെ തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വെൽക്കം ബാക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ, ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോയിലെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് റെസ്പെക്റ്റ് എല്ലായ്പ്പോഴും ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന രണ്ട് പേർക്കിടയിൽ ഒരിക്കലും ഇൻറ്റൻഷനോട് കൂടിയുള്ള ഒരു ഇൻസൾട്ട് അഥവാ അപമാനം, അതുപോലെ മാനിപ്പുലേഷൻ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയും അവർക്കിടയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സ്നേഹബന്ധം എല്ലായ്പ്പോഴും ഒരു ടോക്സിക് ബിഹേവിയറിലേക്കായിരിക്കും ലീഡ് ചെയ്യുക. അതുപോലെ ഒരു ബന്ധത്തെ ദീർഘകാലത്തോളം നിലനിർത്താൻ റെസ്പെക്റ്റിന് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാലം കഴിയുന്തോറും ഒരു ബന്ധത്തിൽ, ഒരു റിലേഷൻഷിപ്പിൽ ലവുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റൻസ് ഫീലിംഗ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ആ ബന്ധത്തിൽ പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ആ റെസ്പെക്റ്റ് ആ ബന്ധത്തെ സ്ട്രോങ് ആയിട്ടും സ്റ്റേബിളായിട്ടും കീപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, റെസ്പെക്റ്റ് അഥവാ ബഹുമാനം മുതലെടുപ്പിനെ തടയുന്നു എന്നുള്ളതാണ്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണർ എല്ലായ്പ്പോഴും നിങ്ങളുടെ എഫർട്ട്സ്, നിങ്ങളുടെ സമയം, അതുപോലെ നിങ്ങളുടെ വാല്യൂ, ഇതിനൊക്കെയും തന്നെ അത് അർഹിക്കുന്ന അപ്രീസിയേഷൻ തരുമെന്നുള്ളതാണ് സത്യം. അതല്ലാതെ ഈ മൂന്ന് കാര്യങ്ങളെ ഒരിക്കലും അവർ മിസ്യൂസ് ചെയ്യാനോ അതുപോലെ മുതലെടുക്കാനോ ശ്രമിക്കുകയില്ല. ലവ് എന്ന് പറയുന്നത് ഇമോഷണലാണ്, എന്നാൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ലവ് അഥവാ സ്നേഹബന്ധം നിലനിൽക്കുന്നത്. സമയത്തിനും സന്ദർഭത്തിനും കാലത്തിനും അനുസരിച്ച്, അതുകൊണ്ട് തന്നെ ലവിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ റെസ്പെക്റ്റ് എന്നത് എത്ര വലിയ വിയോജിപ്പിലും ഡിസഗ്രിമെൻറ്റിലും ഒരാളെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. ലവ് എന്ന് പറയുന്നത് വെറും ഇമോഷണൽ അട്രാക്ഷനും അതുപോലെ കെയറും മാത്രമാണ്. എന്നാൽ ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്യുന്നതും ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വിലയുമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.